മഴവില്ല് വിരിഞ്ഞ ഒരു വൈകുന്നേരം അമ്മ സോഫിയ മകൻ ബെൻസന്റെ അരികിൽ വന്നിരുന്നു. ബെൻസൻ കുട്ടാ, നിനക്ക് കുഞ്ഞാടുകളെ ഇഷ്ടമാണോ? അമ്മ ചോദിച്ചു. അതെ അമ്മേ, അവയെ കാണാൻ നല്ല ഭംഗിയല്ലേ? ബെൻസൻ മറുപടി പറഞ്ഞു. എങ്കിൽ കുഞ്ഞാടുകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഹാബേൽ എന്ന ഒരു നല്ല മനുഷ്യന്റെ കഥ പറഞ്ഞു തരട്ടെ? അമ്മ ചോദിച്ചു. പണ്ട് ഈ ഭൂമിയിൽ ഹാബേൽ എന്നൊരു ആട്ടിടയനുണ്ടായിരുന്നു. അവൻ വളരെ ശാന്തനും ദയുള്ളവനുമായിരുന്നു. പച്ചപ്പുള്ള പുൽമേടുകളിൽ തന്റെ ആടുകളെ മേയിച്ചു നടക്കുക എന്നതായിരുന്നു ഹാബേലിന്റെ ജോലി, അമ്മ പറഞ്ഞു. ഹാബേൽ തന്റെ കുഞ്ഞാടുകളെ സ്വന്തം കൂട്ടുകാരെ പോലെയാണ് കണ്ടിരുന്നത്. ഓരോ ആടിനും അവൻ പേരിട്ടിരുന്നു. വൈകുന്നേരം തണുപ്പ് കൂടുമ്പോൾ അവൻ അവയെ സ്നേഹത്തോടെ പുതപ്പിക്കുമായിരുന്നു, അമ്മ തുടർന്നു. ബെൻസൺ കൗതുകത്തോടെ കേട്ടിരുന്നു. ഹാബേലിനൊരു സഹോദരനുണ്ടായിരുന്നു. അവന്റെ പേര് കായേൻ എന്നായിരുന്നു. കായേൻ ഒരു കർഷകനായിരുന്നു. അവൻ മണ്ണിൽ പണിയെടുത്ത് ധാന്യങ്ങളും പഴങ്ങളും വിളയിച്ചു, അമ്മ കഥ വിവരിച്ചു. ഒരു ദിവസം ദൈവത്തിന് സ്നേഹത്തോടെ ഒരു സമ്മാനം നൽകാൻ ഇരുവരും തീരുമാനിച്ചു. ഹാബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ല കുഞ്ഞാടിനെ ദൈവത്തിനായി കരുതിവെച്ചു, അമ്മ പറഞ്ഞു. ബെൻസൺ ചോദിച്ചു, അമ്മേ, ഹാബേൽ എന്തിനാണ് ആടിനെ നൽകിയത്? അമ്മ പറഞ്ഞു, തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചത് നൽകാനാണ് ഹാബേൽ ആഗ്രഹിച്ചത്. അത് അവന്റെ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. ഹാബേൽ തന്റെ സമ്മാനം ദൈവത്തിന് സമർപ്പിച്ചു. അവന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള വലിയ സ്നേഹമുണ്ടായിരുന്നു. അവന്റെ നല്ല മനസ്സ് കണ്ട് ദൈവം ഹാബേലിൽ ഒരുപാട് പ്രസാദിച്ചു, അമ്മ പറഞ്ഞു. ഹാബേലിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതെന്താണെന്നോ? നമ്മൾ എന്ത് ചെയ്താലും അത് പൂർണ്ണ ഹൃദയത്തോടും സ്നേഹത്തോടും കൂടി ചെയ്യണമെന്നാണ്, സോഫിയ മകനെ നോക്കി പറഞ്ഞു. ബെൻസൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാനും ഹാബേലിനെ പോലെ എല്ലാവരെയും സ്നേഹിക്കും. അമ്മ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതാണ് എന്റെ മിടുക്കൻ കുട്ടി, അമ്മ പറഞ്ഞു. രാത്രിയായി ബെൻസൺ ഉറക്കത്തിലേക്ക് വീണു. അവൻ സ്വപ്നത്തിൽ ഹാബേലിനെയും അവന്റെ സുന്ദരമായ കുഞ്ഞാടുകളെയും കണ്ടു. സ്നേഹമുള്ള ഹൃദയമാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് അവൻ അറിഞ്ഞു.